18 വർഷത്തോളമായിട്ട് സൗദിയിലെ ജയിലിൽ കിടക്കുന്ന ഒരു പ്രവാസി. അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഹീം എന്നാണ് പേര്. 2 ദിവസം മുമ്പ് തന്നെ നമ്മളൊരു വീഡിയോ വൈറലായിട്ട് കണ്ടിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരാണ് ആ ഒരു കാര്യം പറയുന്നത്. സുരേഷ് ഗോപിയോട് ഒരു അപേക്ഷ, എന്നെ കൊണ്ട് ഒരു 1 കോടി രൂപ സഹായിക്കാൻ കഴിയും, ബാക്കി പണം സമാഹരിക്കാനും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ എംബസി വഴി ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടലുകൾ നടത്താൻ സഹായിക്കുമോ എന്ന് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നതായിട്ടുള്ള വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സംഭവം, ഈ റഹീമിന്റെ ഈ ഒരു സത്യാവസ്ഥ എന്താണ്, അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള കാര്യം പൂർണ്ണമായി ആളുകൾക്ക് അറിയില്ല. ഇപ്പോഴും ആളുകൾ ജസ്റ്റ് ഒരു ഫോട്ടോ വെച്ചിട്ട്, ഇപ്പൊ സൈഡിൽ കാണുന്ന ആ ഒരു ഫോട്ടോ വെച്ച് ഗൂഗിൾ പേ നമ്പറൊക്കെ വെച്ചിട്ട് പണം സമാഹരിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പൊ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഡൗട്ട്. അപ്പോൾ അധികം വളച്ചു നീട്ടലില്ലാതെ കൃത്യമായിട്ട് ഇതിന്റെ രൂപരേഖ കിട്ടിയിട്ടുണ്ട്. പറയാം, 2006 അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത്. ജോലിക്ക് ചെന്ന് ആ ഒരു മാസം തന്നെ സംഭവിച്ച ഒരു വീഴ്ചയാണ്, ഒരു ചെറിയ കയ്യബദ്ധമാണ് അദ്ദേഹത്തിന് 18 വർഷത്തോളമായിട്ട് ജയിലിലേക്ക് അടയ്ക്കപ്പെടുന്നത്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. 2006 റഹീം ആ ഒരു സൗദിയുടെ വീട്ടിലേക്ക് എത്തിപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജോലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സുഖമില്ലാത്ത ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോവുകയും വരികയുമാണ് വേണ്ടത്. ഒരുപാട് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ആ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്നത്. വളരെ കെയർ ആയിട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ്. അങ്ങനെ അദ്ദേഹം ആ ഒരു കുട്ടിയുമായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനോട് സിഗ്നൽ ലംഘിച്ച് വാഹനം ഓടിക്കാൻ പറയാണ് കുട്ടി. അപ്പോൾ സൗദിയിലൊക്കെ സിഗ്നൽ ലംഘിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല. ആ ഒരു സമയത്ത് ആ കുട്ടി ഇദ്ദേഹത്തിനെ ചവിട്ടുകയും തുപ്പുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിറകിൽ നിന്നാണ് കുട്ടി ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് കൈ തട്ടിയിട്ട് അത് മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ തൊണ്ടയിൽ ഒരു ചെറിയ പൈപ്പ് വെക്കും, അതുവഴിയാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. ആ ഒരു പൈപ്പ് വേറിട്ട് പോകുന്നു, കുട്ടി തക്ഷണം അവിടുന്ന് മരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പറ്റിയ ഒരു അബദ്ധം. ആ ഒരു സംഭവത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. സൗദിയിലെ ആ ഒരു ഇദ്ദേഹത്തിന്റെ കഫീലും കുടുംബവും ചെന്നിട്ട് ഇയാളെ വധശിക്ഷക്ക് വിധിക്കണം എന്ന് പറഞ്ഞ് ജയിലിലിടുക. 18 വർഷത്തോളമായിട്ട് ജയിലിൽ കിടക്കുക. പലതരത്തിലും ഈ കേസ് എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പല രീതിയിലും നടത്തിയിട്ടുണ്ട്. അതിനൊടുവിൽ അവർക്കൊരു മനസ്സലിവ് കിട്ടുകയാണ്. ഏകദേശം 1.5 കോടി സൗദി റിയാൽ കൊടുത്താൽ, അതായത് 34 കോടി രൂപ കൊടുത്താൽ അവരെ ഈ ഒരു മോചനദ്രവ്യമായിട്ട് ചോദിക്കുക, അതായത് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ഈ ഒരു മാസം അവസാനിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് അവർ കൊടുത്ത ആ ഒരു സമയം അവസാനിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു പക്ഷെ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള ആളുകളൊക്കെ രംഗത്തിറങ്ങുന്നത്. ബസ്സിലൊക്കെ ഇറങ്ങി ചെന്നുകൊണ്ട് ആളുകളെയൊക്കെ ഭിക്ഷ യാചിക്കുന്ന തരത്തിലൊക്കെയാണ് ആളുകൾ ഇറങ്ങി ചെല്ലുന്നത്. കാരണം 34 കോടി രൂപ എന്ന് പറഞ്ഞ ചില്ലറ ഒരു കോടിയൊന്നുമല്ല. ഇവിടെ ഒരു സാധാരണക്കാരനും ലക്ഷക്കണക്കിന് രൂപയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ 34 കോടി, ഒരു മനുഷ്യന്റെ ജീവന്റെ വില 34 കോടി രൂപയാണ്. അപ്പൊ അത്രയും കാലം സൗദിയിലെ ആ ഒരു കുടുംബം അതിന് തയ്യാറായില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് സമയത്ത് വെച്ചിട്ട് അവരതിന് തയ്യാറാവുമ്പോൾ അത്രയും വലിയ തുക ഉണ്ടാക്കുക എന്നുള്ളത് വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ ഒരു പണം സമാഹരിക്കുകയാണെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് രക്ഷപ്പെടുത്താനുള്ള സമയം നീട്ടി കിട്ടുമോ എന്നറിയില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മുടെ MP ആയിട്ടുണ്ടായിരുന്ന സുരേഷ് ഗോപിയെ കൊണ്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം ബോബി ചെമ്മണ്ണൂർ ആ ഒരു വേദിയിൽ വെച്ച് ചെയ്യുന്നത്. സുരേഷ് ഗോപിയെ കൊണ്ട് കഴിയുന്ന തരത്തിൽ, എംബസിയിലുള്ള ആൾ അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്ന് പറയുന്നു. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഒരു പോസ്റ്ററൊക്കെ ആളുകളുണ്ട്. നന്മ വിടരട്ടെ, റഹീമിനായി കൈകോർക്കാന്നാണ് പറയുന്നത്. 18 വർഷങ്ങളോളമായിട്ട് വധശിക്ഷ കാത്തു കഴിയുന്ന ഫറോക്ക് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 34 കോടി സമാഹരിക്കാനുള്ള അവസാന ശ്രമത്തിൽ നമുക്കും കൈകോർക്കാം. നിങ്ങളെ സൈഡിൽ കാണുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ സഹായിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. ഗൾഫിലൊക്കെ ജോലിക്ക് പോണ സമയത്ത് നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ ഒരു കുട്ടിയുടെ ഒരു സമയമാണ്. ആ ഒരു കുട്ടി ഇദ്ദേഹത്തിനെ തുപ്പുകയും ചവിട്ടുകയൊക്കെ ശ്രമിച്ചപ്പോൾ അറിയാതെ കൈ തട്ടിയപ്പോഴാണ് ആ ഒരു പൈപ്പ് പുറത്തു പോകുന്നതും കുട്ടി മരണത്തിന് ഇടയാവുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും പല കയ്യബദ്ധങ്ങളിലും പല ആളുകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ട്. കുറെ ആളുകൾ മരണപ്പെട്ടു. സൗദിയുടെ നിയമമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടൊന്ന് മുറി 2 എന്ന് പോലെ തന്നെയാണ്. പെട്ടെന്നായിരിക്കും, അതായത് സംസാരിക്കാനൊന്നും സമയമില്ല. മറ്റുള്ള മനുഷ്യാവകാശ കമ്മീഷനൊന്നും ഇടപെടാൻ കഴിയില്ല. ലോക മനുഷ്യാവകാശ കമ്മീഷനിൽ ഇടപെടാൻ കഴിയില്ല. ആ രാജ്യത്തിന്റെ നിയമം ആ രാജ്യത്തിന് മാത്രമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ പരമാവധി ശ്രദ്ധിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു ചെറിയ കയ്യബദ്ധം കൊണ്ട് 18 വർഷം ജയിലിൽ കിടക്കുന്നു. ഈ ഒരു പണം ഇനി സമാഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവിടെ അങ്ങ് അവസാനിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് ഗൾഫിൽ ജോലിക്ക് പോകുന്ന മനുഷ്യന്മാരാണ്. ഈ ഹൗസ് ഡ്രൈവർമാരായിട്ട് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇതേപോലെ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അറബിയുടെ വീട്ടിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾക്കാണ് ഒരു പക്ഷെ കൂടുതൽ ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പൊ നജീബിനെ പോലത്തെ ഒരു അവസ്ഥ ഒന്നുമല്ല, ഇത് വല്ലാത്തൊരവസ്ഥ. നജീബിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ജീവൻ തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ അദ്ദേഹം ഓടുന്നുണ്ട്.
പക്ഷെ ഇവിടെ ഓടാൻ കഴിയില്ല. ഇവിടെ ചുറ്റും മതിലാണ്, അതിനകത്ത് പെട്ടുകിടക്കുക. ഇത് നമ്മൾ അറവ് കോഴിയൊക്കെ പോലെ കോഴി ആ ഒരു കൂട്ടിനുള്ളിൽ കിടന്ന് ഓടി നടക്കും. അതിനെ ഒരു സമയമാകുമ്പോൾ എടുക്കും, അറക്കും. ഓടാനും പറ്റില്ല, ചാടാനും പറ്റില്ല. അതേ അവസ്ഥയാണ് സൗദിയിലൊക്കെ ജയിലിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ. അപ്പൊ 34 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് 1 രൂപ കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആ 1 രൂപ കൊടുക്കാനെങ്കിലും തയ്യാറാവുക. അങ്ങനെയെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ.